ഹലോ എവരിവൺ, ദിസ് ഈസ് അവർ ഡേ 2 ഓഫ് മൈസൂർ വ്ലോഗ്. ഇന്നലെ നൈറ്റ് വാങ്ങിയ ചിക്കിങ്സിന്റെ ബാലൻസ് കഴിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ മോർണിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഇന്നലെ നമ്മളെ കൊണ്ട് പോകാൻ പറ്റാണ്ടായി പോയ മൈസൂർ സൂ ഇന്ന് കവർ ചെയ്യാന്നുള്ളതാട്ടോ. സൂ 9:30 ഓപ്പൺ ചെയ്യാന്നുള്ള തെറ്റിദ്ധാരണയിൽ ഞങ്ങൾ നേരെ ആദ്യം ചെന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ട് ബോർഡിൽ കേരള ഹോട്ടൽ എന്ന് കണ്ടാൽ പിന്നെ അവിടെ മാത്രമേ കയറൂ. വിശ്വാസം അതാണല്ലോ എല്ലാം. അങ്ങനെ പിന്നെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ സൂയിലേക്ക് കയറി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂർ വന്നപ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാം അടിപൊളിയായി. അമ്മയ്ക്കായിരുന്നു കേട്ടോ ഇവിടെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ആളുടെ മുഖത്തും കാണാം. അച്ഛനാണെങ്കിലോ സൂവിന്റെ ഒരു സൈഡ് പോലും മിസ്സാക്കാതെ ഭയങ്കര ആത്മാർത്ഥതയോടെ എല്ലാം കവർ ചെയ്യുന്നുണ്ടായി. അതിനിടെ ഏട്ടൻ പോയിട്ടതാ ഈ ഒരു വണ്ടി ട്രൈ ചെയ്യാട്ടു. പക്ഷെ അച്ഛൻ നോ പറഞ്ഞു. അതുകൊണ്ട് റെന്റിന് എടുക്കാൻ സമ്മതിച്ചില്ല. എനിക്ക് ഈ സൂവിൽ ഏറ്റവും അടിപൊളിയായി തോന്നിയ എന്താ അറിയോ, ഒരു ഭയങ്കര എന്താ പറയാ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം നമ്മളെ ഒരുപാട് ഇവർ ചിന്തിപ്പിക്കും ചെയ്യും കേട്ടോ. ലൈക്ക് മനുഷ്യന്മാരുണ്ടാക്കിയെടുത്ത ഈ ഒരു കാട്ടില് ഈ ജീവികൾ എന്തോരം ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അതിനോടുള്ളൊരു ദേഷ്യ പ്രകടനമൊക്കെ ആവാല്ലേ ഇത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗുണ്ടൽപേട്ടുള്ള ഗോപാലസ്വാമി ടെമ്പിളിലേക്കായിരുന്നു കേട്ടോ. അതൊരു ഹിൽ ടോപ്പുള്ള ടെമ്പിൾ ആണ്. പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികളൊന്നും അലൗഡ് അല്ല. കർണാടകയുടെ KSRTC ബസ്സിലാണ് നമ്മൾ മേലെ വരെ പോകും. യാത്രയിൽ നമ്മൾ കാണുന്ന വ്യൂസും ഭയങ്കര അടിപൊളിയാട്ടോ. സാധാരണ ഇവിടെ വരുമ്പോൾ ഭയങ്കര കാറ്റാ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അത്ര കാറ്റ് ഫീൽ ചെയ്തില്ല കേട്ടോ. സ്ഥലം കണ്ടോ, ഇവിടെ മുന്നേ ഒരു 3:30 സമയത്തൊക്കെ ആകുമ്പോൾ ഒരു ആന വരുന്നതായിരുന്നു. പക്ഷെ ഇപ്പം വരാറില്ല പോലും. ഒന്ന് ഇലക്ട്രിക് ഫെൻസിംഗിൽ നിന്ന് ഷോക്ക് എന്തോ അടിച്ചിട്ട് ഇപ്പം വരാറില്ല എന്ന് പറഞ്ഞു. അച്ചപ്പമ്പള എവിടെയല്ലേ? ഗോപാലസ്വാമി ടെമ്പിൾ. എവിടെയത് സ്ഥലം? ഗുണ്ടൽപേട്ട. ഞങ്ങള് മൈസൂരൊക്കെ പോയിട്ട് വരുന്ന വഴിയല്ലേ? ഓക്കെ, മൈസൂർ പോയി പുള്ളി കറങ്ങി സൂരോ കയറി മ്യൂസിയത്തിൽ കയറി പിന്നീട് കയറി. മ്യൂസിയത്തിൽ എവിടെയാണ്? എന്താ പറയാ, മ്യൂസിയം അല്ലല്ലോ നമ്മള് കയറി. കൊട്ടാരം പാലസ് പോയി. പിന്നെ കൊറേ വേറൊരു അമ്പലത്തിൽ ചാമുണ്ടേശ്വരി ടെമ്പിളിൽ പോയി. ഞങ്ങൾ കൂടുതൽ ഭക്ഷണമാണ് കഴിച്ചത് കൂടുതലായിട്ട്. നമ്മളില്ലേ 5 സ്ഥലം കാണാൻ നേരെ കയറിയില്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുത്തങ്ങ വഴി നാട്ടിലേക്ക്. എന്താ പറഞ്ഞേ? ആണച്ചാ, അച്ഛൻ പറ, എന്തൊക്കെയാ സംസാരിച്ചങ്ങള്? നമുക്ക് എപ്പോഴും ഭക്ഷണമാണല്ലോ വേണ്ടത്. ആണോ? ഓക്കെ ഓക്കെ. അങ്ങനെ തിരിച്ചിറങ്ങാനുള്ള ബസ് വന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ. താഴോട്ടേക്ക് എത്താൻ ഒരു 1/4 മണിക്കൂർ ഉണ്ടെന്നാണ് എന്റെ ഒരു ഊഹം. അങ്ങനെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. പോകുന്ന വഴിക്ക് ഒരു പച്ചക്കറി കടയിൽ കയറി. ഗുണ്ടൽപേട്ട് പച്ചക്കറിക്കൊക്കെ പൈസ കുറവാണല്ലോ. പിന്നെ വീണ്ടും മുത്തങ്ങ വഴി വീട്ടിക്ക്. പക്ഷെ ഇപ്രാവശ്യം നല്ല മഴയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മുത്തങ്ങ വഴി പോകുമ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു മഴ കിട്ടണേ. ലഞ്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് മറ്റേ ഫേമസ് ആയിട്ടുള്ള രവിയേട്ടന്റെ കടയിൽ കയറി. പന്നിയിറച്ചിയാണ് സ്പെഷ്യൽ. പക്ഷെ ഞാൻ കഴിക്കില്ല. അച്ഛനും അമ്മയും ഏട്ടനൊക്കെ കഴിച്ചു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ നല്ലൊരു വീഡിയോ കാണാം. ബൈ ബൈ.